നിൽക്കുന്നത് വിൻഗർ ഗോർജ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 15 euros ആണ് പെർ അഡൾട്ട്. അത് ഭയങ്കര വർത്തായിട്ട് തോന്നി. ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടൊരു പ്ലേസ് ആണ്. ബ്ലഡിൽ നിന്ന് തന്നെയാണ് നമ്മൾ വിൻഗറിലേക്കുള്ള ടിക്കറ്റ് എടുത്തത്. പക്ഷേ ടിക്കറ്റ് നമുക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഓരോ ടിക്കറ്റിലും നമുക്ക് ടൈം സ്ലോട്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ചാണ് നമുക്ക് ഗേറ്റ് ഓപ്പൺ ആവുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവരൊരു ഹെൽമെറ്റൊക്കെ തന്നു. അതൊക്കെ വെച്ച് ഞങ്ങളുടെ നടത്തം തുടങ്ങി. റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് 3 കിലോമീറ്റേഴ്സ് ആണ് വരുന്നത്. അതായത് ഓൾമോസ്റ്റ് 1 to 1.5 hours വാക്കുണ്ട്. ആൻഡ് പക്ഷേ അത്രയും നമ്മൾ നടന്നത് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. കാരണം അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു കാണാനുള്ളത്. വെള്ളം ഭയങ്കര ബ്ലൂ ആയിരുന്നു. അതിൽ നോക്കി നിൽക്കാൻ തന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്കറിയില്ല എനിക്ക് മാത്രമാണോ എന്ന്, ഇതിനകത്തേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക എനർജിയാണ്. ഈ നേച്ചർ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കൊതി വരുന്ന പോലെയായിരുന്നു കേട്ടോ. ആൻഡ് ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. സോ അങ്ങോട്ട് പോയി നടത്താൻ അധികം അറിഞ്ഞില്ല. അതുകൊണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ആൻഡ് കുറേ ഫോറിനേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്തു. അവരോട് സംസാരിച്ചു, അവരുടെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്തു. ആൻഡ് ഞങ്ങളും കുറേ വീഡിയോസൊക്കെ എടുത്തു. യൂറോപ്പിൽ ഇതുപോലെ ഡിഫറെൻറ്റ് വ്യൂസുള്ള ഒരുപാട് ഗോർജുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് ഐ വിൽ സേ ദിസ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ, ബാക്കി ഇനി ഞാൻ കാണാൻ കിടക്കുന്നു. സോ കണ്ടിടത്തോളം ദിസ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, സോ തിരിച്ചുള്ള വാക്ക് എന്ന് പറയുന്നത് അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. വേറെ ഒന്നുമല്ല, വിൻഗറിൽ നിന്ന് നമുക്ക് ബ്ലഡിലേക്കുള്ള ലാസ്റ്റ് ബസ് എന്ന് പറയുന്നത് ഈവനിങ് 8 o'clock സോ ആ ഒരു ടൈമിലേക്ക് നമ്മൾ ആ സ്റ്റോപ്പിൽ എത്താൻ എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. സോ ഞങ്ങൾ കുറേ ഓടിയാണ് എത്തിയത്. കാരണം ഒരുപാട് നടക്കാനുണ്ടല്ലോ. റൗണ്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ 3 kilometers ഉണ്ട്. അതായത് ഒരു 1 hour വാക്ക് ഉണ്ടല്ലോ. ആൻഡ് നമ്മൾ ഡോറനെ പോലെ ഇങ്ങനെ വഴി കണ്ടുപിടിച്ച് വേണം നടക്കാൻ വേണ്ടി. അത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ആൻഡ് വഴികൾ ഇതുപോലെ സ്മൂത്ത് അല്ല. ചില വഴികളൊക്കെ മറ്റേ കാടും മേടും ഒക്കെ നിറഞ്ഞതായിരുന്നു. അപ്പോൾ അതുവഴി നടക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സോ നടക്കാൻ ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇട്ടാൽ നിങ്ങളുടെ നടത്തം കുറച്ച് ഈസി ആക്കാം. So you can speak about this place. We're in Vindgar Gorge now, one of the most beautiful gorges we have in Slovenia. And with those scenic routes and pathways, this was all established or built 132 years ago, which is quite far away. And today it's open, every day for tourists with those beautiful crystal clear river that we have here. It's called Radona River, which you can see right here. This is our most important river because it's our main source of drinking water. And we basically drink this. Of course, in the end, it's going through the filtration system, so it's not directly out of it. But it's a very cool river, so if you want to cool down in the summertime, it's around 13 degrees Celsius, which is the maximum as it gets. So Yeah, thank you so much. Come to Vindgar Gorge, it's beautiful. In Slovenia. വിൻഗറിൻ്റെ മെയിനായിട്ടുള്ള 2 ടൂർ ഗൈഡ്സിനെയാണ് നമ്മൾ മീറ്റ് ചെയ്തത്. അവരുടെ ടോക്കാണ് നമ്മൾ കേട്ടത്. സോ അവരിങ്ങനെ വാതോരാതെ വിൻഗറിനെ പറ്റിയും സ്ലൊവേനിയ എന്ന കൺട്രീനെ പറ്റിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളും സ്ലൊവേനിയ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന കേട്ടിട്ട്. എല്ലാവരും ഹെൽമെറ്റ് വെച്ച് പോകുന്നത് എന്തിനാണെന്നറിയാമോ? ഈ മുകളിലുള്ള റോക്സിൻ്റെ കുറച്ച് പൊടികളൊക്കെ നമ്മുടെ തലയിലോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ബാക്കി പാർട്സിലൊക്കെ വീണാൽ ഓക്കെ ആണോ എന്ന്. സോ അവർ പറഞ്ഞു ബാക്കിയൊക്കെ വന്നാൽ കുറച്ച് വേദനയല്ലേ എടുക്കുള്ളൂ, തലയിൽ വീണിട്ട് തലവെല്ലാം പൊട്ടി അവരുടെ ജോലി പോവും. ദാറ്റ്സ് വൈ ദേ ആർ ഗിവിങ് ഹെൽമെറ്റ് എന്നാണ് റീസൺ പറഞ്ഞത്. തിരിച്ചുള്ള നടത്ത ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ധൃതിയിലായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് നിന്ന് കാണാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയും പിന്നെ ഞാൻ കുറേ വീഡിയോ എടുക്കുകയും ചെയ്തു കേട്ടോ. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം. ഇതൊരു വില്ലേജ് കൈൻഡ് ഓഫ് ഏരിയ ആണ് കേട്ടോ. ഒരുപാട് വീടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും, ഫാം ഹൗസുകൾ കാണാൻ പറ്റും, അങ്ങനെ ഒരു ഏരിയ. അപ്പോൾ ഞാനും വിചാരിച്ചു നല്ല രസമായിരിക്കല്ലേ ഇങ്ങനെ ഒരു മലയുടെ അടിയിലൊരു വീടൊക്കെ വെച്ച് ഒരു ഫാം ഹൗസൊക്കെ ആയിട്ട്. ലൈഫ് തന്നെ ശരിക്കും അത്രയും പീസ്ഫുള്ളായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ഇവിടെയാണ് നമ്മൾ ബസ് കാത്തിരിക്കേണ്ടത്. കുറച്ച് പേര് നേരത്തെ വന്ന ബസ്സൊക്കെ കാത്തിരിക്കുന്നുണ്ട്. സമയം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വിൻഗർ? അടിപൊളിയായിട്ട് എല്ലാവരും കാണണ്ട അടിപൊളി സംഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു റിൻഡു? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആണോ? നല്ല നേച്ചർ, ഐ മീൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നേച്ചർ. ഓക്കെ,
Vishwa, how was the experience? We walked around 11 kilometers. Okay. I can still walk. Oh! we are super tired. But still we managed. I still have my stamina. അപ്പോൾ അടുത്ത സ്ലൊവേനിയ വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്. ഓക്കെ ബൈ.